Vamos acreditar e esta vitória vai ser nossa. Bora, bora. Vamos até o fim. Vamos até o fim. ഫുട്ബോൾ ലോകം ഇപ്പോഴും ഒരു അവസാന ഫെയറി ടെയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതെ, കാൽപന്ത് ലോകം തൻ്റെ പ്രിയപ്പെട്ടവൻ അവസാന നിമിഷങ്ങൾ തുന്നിച്ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. അവനാൽ നിർമ്മിക്കപ്പെട്ട ഒരു സാമ്രാജ്യത്തിൻ്റെ കഥയൊരുക്കത്തിലേക്ക്. ഒരിക്കൽ ആ മനുഷ്യനിൽ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ടീമിൻ്റെ രാജ്യത്തിൻ്റെ കഥയായിരിക്കില്ലേ അത്? മറിച്ച് ആ മനുഷ്യന് വേണ്ടി, അവരുടെ രാജ്യത്തിന് വേണ്ടി അണിചേർന്ന ഒരു പുതിയ സൈന്യത്തിൻ്റെ കഥ. തങ്ങളുടെ രാജാവിന് കനകക്കിരീടം അണിയിക്കുവാൻ ചങ്കുറപ്പുള്ള പടയാളി കൂട്ടവുമായി മടങ്ങി വരുന്ന ഇന്നത്തെ പോർച്ചുഗലിൻ്റെ കഥ. അതെ, 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് സാക്ഷിയാകാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ കനകക്കിരീടത്തിനെ കൈകളിലേന്തുന്ന കാഴ്ച. അവർക്കത് അസാധ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മാർട്ടിനസിൻ്റെ പോർച്ചുഗൽ എന്തുകൊണ്ട് ഈ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും അവർക്കത് സാധ്യമാണെന്ന്. അതെ, നമുക്ക് ആരംഭിക്കാം. യുസോബിയോ, ഫിഗോ, ഡെക്കോ, റൊണാൾഡോ, പെപ്പെ, അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും പോർച്ചുഗൽ ഓരോ പ്രതിഭകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നിരുന്നാലും പോർച്ചുഗൽ ടീമിലേക്ക് ഇവയെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എന്തെങ്കിലും കുറവും കാണുമായിരുന്നു. ചിലപ്പോൾ സ്ഥിരതയില്ലായ്മ കൊണ്ടോ, ഇൻറ്റൻസിറ്റി ഇല്ലായ്മ കൊണ്ടോ, ബാലൻസ് ഇല്ലായ്മ കൊണ്ടോ എല്ലാം അവർ വിഷമിക്കുന്നതും കാണാമായിരുന്നു. എന്നാൽ ഇന്ന് ആ കുറവുകളെയെല്ലാം പാഴ്ക്കഥകളാക്കിയാണ് ഇന്നത്തെ പോർച്ചുഗലിൻ്റെ വരവ്. 2026 വേൾഡ് കപ്പ് വേദിയിലേക്ക്, അമേരിക്കയിലേക്ക് പോർച്ചുഗൽ വരുന്നത് വെറുതെയൊന്നുമാകില്ല. വെറുതെയും കൈയും വീശി പോകുവാനുമാകില്ല. പണ്ടെപ്പോഴോ പലരും പരിഹസിക്കുന്നത് കേൾക്കാറുണ്ട്. ക്വാർട്ടർ വരെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് കടക്കുന്നത് വരെയും മാത്രമാണ് പോർച്ചുഗലിൻ്റെ യാത്രയെന്ന്. ശേഷം നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന്. എന്നാൽ അതേ ലോകം തന്നെ ഇന്ന് മാറ്റി ചിന്തിക്കുന്നു, മാറ്റി പറയേണ്ടി വന്നു. ഇന്നത്തെ പോർച്ചുഗൽ ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്യാനുള്ള കാലിബറുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ചരിത്രം തിരുത്തുമെന്ന് പ്രതീക്ഷയും പേടിയുമുണ്ട്. അങ്ങനെ അവർ വരികയാണ്. റൂബൻ ഡയസ്, നൂനോ മെൻഡസ്, വിറ്റിന, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, റൂബൻ നെവസ്, റാഫേൽ ലിയാവോ, പെഡ്രോ നാറ്റോ, കോൺസിസാവോ, ജാവോ നെവസ്, ഫെലിക്സ്, ഗോൺസാലോ റാമോസ്, ഡിയാഗോ ഡൈലോട്ട്, ഡീഗോ കോസ്റ്റോ, മാത്യൂസ് നൂനസ്, പോളിനോ, ഇൻസാസിയോ, ട്രിൻകാവോ, വിയേഗ, അങ്ങനെ പൂർണ്ണതയിൽ സൗന്ദര്യം വിരിയിക്കുന്ന ഈ പ്രതിഭകളാണ് ഇന്ന് പോർച്ചുഗലിൻ്റെ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കാത്തിരിക്കുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദ മാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ. ആർക്ക് മുന്നിലും വിജയിക്കാൻ ശേഷിയുള്ള, പോരാടാൻ ശേഷിയുള്ള പോർച്ചുഗൽ 2026 വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അവരെയൊന്ന് അടുത്തറിയാം. എന്നിട്ടാകാമല്ലോ ഈ വേൾഡ് കപ്പ് പോർച്ചുഗൽ ഉയർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും. റൂബൻ ഡയസിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. പോർച്ചുഗൽ പ്രതിരോധത്തിൻ്റെ അടിത്തറയാണ് അയാൾ. ടാക്കിളുകളിൽ ക്രൂരതയില്ലാത്ത എന്നാൽ കൃത്യതയുള്ള ലൈൻ നിയന്ത്രിക്കുന്ന ബിൽഡപ്പ് പാസുകൾ കൊണ്ട് ടീം ട്രാൻസിക്ഷൻ എളുപ്പമാക്കുന്ന ഡിഫൻസീവ് ജനറൽ ഇൻ കമാൻഡ്. അയാൾക്കൊപ്പം ആൻ്റോണിയോ സിൽവയും ഇനാസിയോയും വിയേഗയും എല്ലാം കൂടിച്ചേരുമ്പോൾ ആ പ്രതിരോധ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തുക എന്നത് എതിരാളികൾക്ക് ശ്രമകരം തന്നെയായിരിക്കും. ഇനി നമുക്ക് പോർച്ചുഗലിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സ്പേസിനെ കുറിച്ച് സംസാരിക്കാം. നൂനോ മെൻഡസ്. ഇന്ന് ലോകത്തിലെ മികച്ച ലെഫ്റ്റ് ബാക്ക് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അയാൾ. വേഗതയും ശക്തിയും ഒരുമിച്ച് ചേർന്ന അപൂർവ പ്രൊഫൈലിനുടമ. ഡിഫൻസീവ് പൊസിഷനിൽ നിന്നും ഓവർലാപ്പ് ചെയ്യുന്നതിനും ഫൈനൽ തേർഡിൽ കൃത്യമായ കട്ട് ബാക്കുകൾ കൊണ്ടും ക്രോസുകൾ കൊണ്ടും ഡിഫൻസിലെ റിക്കവറി സ്പീഡ് കൊണ്ടും പോർച്ചുഗലിനെ ഹൈലൈനിൽ നിർത്താൻ ആത്മവിശ്വാസം നൽകുന്ന, ആക്രമണവും പ്രതിരോധവും ബാലൻസ് ചെയ്യുന്ന വിശ്വസ്തനായ ഫുൾ ബാക്ക്. എന്തിനാണ് ഞാൻ ഏറെ പറയുന്നത്? കുറച്ച് കാലങ്ങളായിട്ട് ഈ ലോകം സാക്ഷിയാകുന്നതല്ലേ. പലരും അയാൾക്ക് മുന്നിൽ വീണുപോയതുമാണ്.
പലരും അയാളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാതെ നിരാശപ്പെട്ട് മടങ്ങിയതുമാണ്. അതെ, ഇന്ന് പോർച്ചുഗലിൻ്റെ ഏറ്റവും വലിയ വജ്രായുധം അയാൾ തന്നെയാണ്. എതിരാളികളുടെ തലവര സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ പോലും അവൻ്റെ കാലുകൾക്ക് കഴിവുകളുണ്ട്. ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിനെ രക്ഷിക്കുവാൻ പലതവണ അവനത് ഉപയോഗിച്ചതുമാണ്. ഇനി അതേ ഏരിയയിലെ തന്നെ മറ്റ് മെറ്റീരിയലുകൾ. ഡിയാഗോ ഡൈലോട്ട് ഒരു ടാക്ടിക്കൽ ഇൻ്റലിജൻ്റായ ഫുൾ ബാക്കാണ് അയാൾ. ടീം ബിൽഡപ്പ് ചെയ്ത് മിഡിലൂടെ കളിമനിയുവാനും അറ്റാക്കിങ്ങിൽ വിങ്ങർമാരെ പിന്തുണയ്ക്കുവാനും 1-1 സിറ്റുവേഷനിൽ മാർക്കിംഗ് എതിരാളികളെ നിയന്ത്രിക്കുവാനും കഴിയുന്ന എ ഡിസിപ്ലിനഡ് മോൺസ്റ്റർ. കൂടെ സമയതയും ക്യാൻസലെയുമെല്ലാം കാത്തിരിക്കുന്നുമുണ്ട്. ഇനിയാണ് എനിക്കേറെ പറയാനുള്ളത്. അത് പോർച്ചുഗൽ ടീമിൻ്റെ മിഡ്ഫീൽഡിലേക്ക്. അവിടെയാണ് കഥകൾ പലപ്പോഴും രചിക്കപ്പെടുന്നത്. അവിടെ ഞാൻ ആദ്യം പറയുന്നത് ബെർണാഡോ സിൽവയെക്കുറിച്ച്. എതിരാളികൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയാതെ അവരെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു കലാകാരനാണ് അയാൾ. സമ്മർദ്ദങ്ങളിൽ സൗന്ദര്യം വിരിയിക്കാൻ കഴിവുള്ളവൻ, എതിരാളികളെ ക്ഷീണിതരാക്കുന്ന, എതിരാളികളുടെ ബോക്സിൽ മാന്ത്രികത രചിക്കാൻ ശേഷിയുള്ള മാന്ത്രികൻ. പലപ്പോഴും നമ്മളയാൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ പോർച്ചുഗലിനെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് അയാളിലൂടെയാണ്. പലരും അയാളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാറില്ല. ഒരിക്കലും പോർച്ചുഗലിൻ്റെ ഫേസായി അയാൾ ഉദിച്ചു നിൽക്കാറുമില്ല. കാരണം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയുന്ന സത്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ പോർച്ചുഗലിൻ്റെ വജ്രമാണ് അയാൾ, ദ ബ്രെയിൻ ഓഫ് പോർച്ചുഗൽ ടീം. അതെ, ബ്രൂണോ ഫെർണാണ്ടസ്. തലച്ചോറിൽ വിരിയുന്ന വിസ്ഫോടനങ്ങളെ കളിക്കളത്തിൽ പ്രാവർത്തികമാക്കുന്ന രാക്ഷസനാണ് അയാൾ. ഫൈനൽ തേർഡിലെ കൃത്യതയും ഡിഫൻസ് ലൈനിൽ തകർക്കുന്ന പാസുകളും മികച്ച അറ്റാക്കിംഗ് കൊണ്ടും പോർച്ചുഗലിൻ്റെ ജീവനാടികളെ ഇന്നും ജീവിപ്പിക്കുന്ന യഥാർത്ഥ ജീനിയസ്. അതെ, അയാളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പേടിക്കാനുള്ളത്? പുതുതലമുറയിലെ മധ്യനിര ഭരിക്കുന്നവരിൽ ഒരാൾ. ചെറിയ പാസുകളിലൂടെ കളി മുന്നോട്ട് കൊണ്ടുപോകാനും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുമായി ടീമിനെ നിയന്ത്രിക്കാനും കഴിവുള്ള മാസ്റ്റർ മൈൻഡ്. സ്മൂത്ത്, കമ്പോസ്ഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് മാൻ. അതെ, വിറ്റിനോ. ഒരു മ്യൂസിക് കണ്ടക്ടറിനെ പോലെ കളിയുടെ രഥത്തെ തൻ്റെ കാലുകളെ നിയന്ത്രിക്കുന്ന എ ബ്രില്യൻ മ്യൂസിഷ്യൻ. പോർച്ചുഗൽ ജേഴ്സിയിൽ അങ്ങനെ വിറ്റിനോയുടെ കളി കണ്ട് മതിമറന്നിരിക്കാറാണ് ഞാൻ പതിവ്. അതെ, അയാളുടെ ബ്രില്യൻസി, അയാളുടെ പാസുകൾ, ടീമിൻ്റെ രക്ഷയ്ക്കായി നേടുന്ന ഗോളുകൾ എല്ലാം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പക്ഷേ എനിക്ക് അയാൾക്കൊപ്പം ജാവോ നവസിനെ കൂടി ചേർത്ത് വായിക്കാനാണ് ഇഷ്ടം. ഒരു യുഗ്മഗാനത്തിൽ മതിമറക്കുന്ന ശ്രോതാക്കളെ പോലെ ആരാധകരും ഫുട്ബോൾ പ്രേമികളും സ്വയം മറന്ന് അവർ നേടിയെടുക്കുന്ന സ്വപ്നനാടനങ്ങളിൽ പങ്കാളിയാകുന്നതിന് നമ്മൾ എത്ര തവണയാണ് സാക്ഷിയായത്. അവർ തീർത്ത സിംഫണികളാൽ എതിർക്കൂടാരങ്ങൾ സ്വയം നഷ്ടപ്പെട്ടവരാകുന്നത് നമ്മൾ എത്ര തവണയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോംബോ പോർച്ചുഗലിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. 2026 വേൾഡ് കപ്പ് വേദികളിൽ അവരുടെ കോംബോ വർക്കാകുക തന്നെ ചെയ്യും. എതിരാളികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ അവർക്ക് ആണിയടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കാം. റാഫേൽ ലിയാവോ, ദ യങ് വൈബ്രന്റ്. വേഗതയും ഡ്രിബ്ലിങ്ങും കൊണ്ട് എതിർ ഡിഫൻസിനെ എപ്പോഴും പരീക്ഷിക്കുന്ന ചെസ് മാസ്റ്റർ. മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് തന്ത്രങ്ങളിലെ സോളോ ഇൻസ്ട്രുമെൻറ്റ്. അക്രമ ഫുട്ബോളിൻ്റെ ഉച്ചസ്ഥാനിയിലേക്ക് അവൻ ഓടിക്കയറുമ്പോൾ എതിരാളികൾ ഭീതിയാൽ പരക്കം പായുന്നത് നമ്മൾ നിരവധി തവണ കണ്ടതാണ്. ഒപ്പം പെഡ്രോനാറ്റയും കൂടി കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടാറാണ് പതിവ്. അവൻ്റെ കാലുകളിലേക്ക് ആ പന്തിനെ ആവാഹിക്കപ്പെടുന്ന നിമിഷം മുതൽ അയാൾക്ക് മുന്നേറാനുള്ള ഇടവഴികൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. റാഫേൽ ലിയാവോ ഒരു തീയായി കത്തിക്കയറുമ്പോഴെല്ലാം നാറ്റോ കൊടുങ്കാറ്റ് പോലെ എതിരാളികളെ ചുറ്റി വലിയാറാണ് പതിവ്. അങ്ങനെ ആ തീക്കാറ്റിൽ എതിരാളികൾ വെന്തുരുകുവാൻ തുടങ്ങുന്നു. അവർക്കൊപ്പം ഒരു 23-കാരൻ കോൺസസാവോയും കൂടി ചേരുകയാണെങ്കിൽ ഇറ്റ്സ് മേക്ക് എ ബൂം. കൂടെ ഏത് നിമിഷവും ഗോൾ നേടാൻ സാധിക്കുന്ന ഗോൺസലോ റാമോസും കാത്തിരിക്കുകയാണ്. ഇനി എല്ലാത്തിനുമൊടുവിൽ, എല്ലാത്തിനുമുപരി അദ്ദേഹം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ, പോർച്ചുഗലിൻ്റെ ഉയിരും ഉന്മാദവുമായ മനുഷ്യൻ. അയാൾ വെറും ഒരു പേര് മാത്രമല്ല, വെറും ചരിത്രം മാത്രമല്ല, അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്ന് നാം കാണുന്ന പോർച്ചുഗലിൻ്റെ സാമ്രാജ്യം. വർഷങ്ങൾ ഒരുപക്ഷെ അയാളെ വൃദ്ധനാക്കിയിരിക്കാം, പക്ഷേ വിജയത്തിനായുള്ള അയാളുടെ ദാഹത്തിന് ഒരിക്കലും വാർദ്ധക്യം സംഭവിക്കുന്നില്ല. ഈ കഥയുടെയും ഇനി വരാൻ പോകുന്ന കഥയുടെയുമെല്ലാം ഉയിരും ആത്മാവുമെല്ലാം റൊണാൾഡോ തന്നെയാണ്. 2004 തുടങ്ങിയ കണ്ണുനീർ ഇന്നും വറ്റാത്തുറവ് പോലെ പൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അയാൾ.
ലോകകപ്പില്ല, അഹങ്കാരിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാളുടെ കഴിവുകളെ, അയാളുടെ അംഗീകാരങ്ങളെ പുച്ഛിക്കുന്നവർക്ക് മുന്നിൽ കൂടി പൂർണ്ണത നേടുവാൻ കൂടിയാണ് അയാളുടെ ഈ അവസാന അംഗം, ഈ അവസാന വരവ്. 2006, 2018, 2022 അവർക്ക് നേരിടേണ്ടി വന്ന വേദനകൾ ഒരുക്കിയെടുത്തുകൊണ്ട്, പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തലമുറകൾ സമം ചേർത്താണ് ഇന്ന് പോർച്ചുഗലിൻ്റെ വരവ്. അവരെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, ഒന്നിച്ചുകൊണ്ട് അയാൾ പുതിയ പോർച്ചുഗലിനെ പണിതൊരുക്കി വരികയാണ്. ഒത്തൊരുമയുള്ളൊരു പോർച്ചുഗലുമായി അയാൾക്ക് ഇക്കാലങ്ങളിൽ നഷ്ടപ്പെട്ടവയെല്ലാം തിരിച്ച് തൻ്റെ കൈകളിലേക്ക് വീണ്ടെടുക്കാനായി. അതെ, പോർച്ചുഗലും റൊണാൾഡോയും സജ്ജരാണ്. അവർ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്കൊരു പക്ഷേ വിശ്വസിക്കാനാകില്ല. നിങ്ങളൊരു പക്ഷേ അതിൽ അവിശ്വസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു സൈന്യത്തിനും ഒരു ജനറൽ ഇല്ലാതെ വിജയം സാധ്യമല്ല. തൻ്റെ അനുഭവ സമ്പത്തിനെ പോർച്ചുഗലിൻ്റെ വിജയത്തിനായി മാറ്റിയെടുക്കുവാൻ അയാൾ ദ റിയൽ കിങ് മേക്കറായി തുടരുകയാണ്. അതെ, ഞാൻ പറയുന്നത് മാർട്ടിനസിനെ കുറിച്ചാണ്. പലർക്കും അയാളിൽ വിശ്വാസമില്ല. പക്ഷേ പോർച്ചുഗലിനെ ഇപ്പോഴത്തെ പുതിയ പോർച്ചുഗലാക്കിയതിൽ അയാൾക്ക് വലിയ പങ്കുണ്ട്. ഇനിയാണ് ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ പോകുന്ന കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇനിയാണ് ഈ കഥ എങ്ങനെയാണ് പോർച്ചുഗലിൻ്റെ വിജയത്തിലേക്കും വേൾഡ് കപ്പ് കിരീടത്തിലേക്കും നയിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പോർച്ചുഗലിന് വേണ്ടി നിലവിൽ കളിക്കുന്ന എല്ലാ താരങ്ങളും ഈ സമകാലിക ലോകത്ത് പന്ത് തട്ടുന്നത് മികച്ച ടീമുകൾക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. നൂനോ മെൻഡസ്, വിറ്റിന, ചാവോ നെവസ്, ഗോൺസാലോ റാമോസ് എന്നിവരടങ്ങുന്ന 4 അംഗ സംഘം PSG-യിൽ ഒരു ടീം ഗെയിം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ 4 പേരുടെയും കണക്ഷൻ പലപ്പോഴും PSG-യുടെ വിജയങ്ങൾക്കും കിരീടങ്ങൾക്കും വഴിവെക്കുന്നത് നമ്മൾ കണ്ടു. ഓൾറെഡി അവരൊരു മികച്ച കോംബോ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിഫൻസിലാകട്ടെ, റൂബൻ ഡയസ് കളിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി. സിറ്റിയുടെ തകർച്ചയുടെ കാലത്തും പെപ്പ് അയാളിൽ മാത്രം വിശ്വാസം പുലർത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. അയാളെ വെച്ചുകൊണ്ട് ഒരു ഡിഫൻസീവ് ഗെയിം പോലും പ്ലാൻ ചെയ്ത് പെപ്പ് ടീമിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കൂടെ മാത്യു ന്യൂനസും കളിക്കുന്നത് അതേ സിറ്റിയിൽ തന്നെ. പോർച്ചുഗലിൻ്റെ മധ്യനിര നിയന്ത്രിക്കുന്ന ബെർണാഡോ സിൽവ അയാൾ സിറ്റിയുടെ ഹൃദയമാണെന്ന് പറയാതെ പറയുന്ന കവിത. എതിരാളികളെ വട്ടം ചുറ്റിയുന്ന ചരട്. അതേ ഫോർമാറ്റിൽ കളിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസോ കളിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. മാഞ്ചസ്റ്ററിൻ്റെ ജീവനാടിയാണ് അയാൾ. മാഞ്ചസ്റ്ററിൻ്റെ ആക്രമണങ്ങളുടെ യഥാർത്ഥ ഉറവിടം. ഏത് മികച്ച മത്സരങ്ങളും ഒറ്റ പാസ് കൊണ്ട് വിധിമാറ്റാൻ കഴിവുള്ള മോൺസ്റ്റർ മൈൻഡ്. ഇനി മുന്നേറ്റത്തിലാണെങ്കിലോ റാഫേലിയാവോ കളിക്കുന്നത് AC മിലാന് വേണ്ടി. അയാളുടെ മൊമെൻറ്റുകളിൽ എതിരാളികൾ തളർന്നു വീഴുന്നത് നമ്മൾ നിരവധി അവിടെ കാണുന്നുണ്ട്. ഹൈ പ്രഷറിൽ പോലും വിങ്ങുകളിൽ ആക്രമണം ഒരുക്കാനുള്ള ശേഷിയുണ്ട് അവൻ്റെ കാലുകളിൽ. പോർച്ചുഗൽ ജേഴ്സിയിലും അതവൻ തെളിയിച്ചതാണ്. കൂടെ കോൺസിസാവോ കളിക്കുന്നത് യുവൻഡസിന് വേണ്ടി. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ നേരം കൊണ്ട് പോലും കളിയിൽ ഒരുപാട് ചേഞ്ചുകൾ വരുത്താൻ സാധിക്കുമെന്ന് അയാൾ മുന്നേ തെളിയിച്ചിട്ടുണ്ട്. യുവൻഡസിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടെ ഫെലിക്സിനും അതിനുള്ള കഴിവുകളേറെയുണ്ട്. മറുവശത്ത് ചെൽസിയുടെ എല്ലാമെല്ലാമായ പെഡ്രോ നെറ്റോ കൂടി കൂടുമ്പോൾ വേഗതയും ഐഡിയാസും എല്ലാം നിറഞ്ഞ മുന്നേറ്റമായി പോർച്ചുഗലിൻ്റെ മുൻനിര നിറഞ്ഞ് കളിക്കുക തന്നെ ചെയ്യും. മാഞ്ചസ്റ്ററിൻ്റെ ഡിയാഗോ ഡൈലോട്ടും വിയാറയലിൻ്റെ വിയേഗയും ബെൻഫിക്കയുടെ ആൻ്റോണിയോ സിൽവയും ഫെനർബാഷയുടെ സമേതയും കോട്ടയുടെ ഇനാസിയയും അങ്ങനെ എല്ലാ താളവും ഉറച്ചൊരു ഗ്രൂപ്പിനെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുക മാത്രമാണ് പോർച്ചുഗലിന് വേണ്ടതുള്ളൂ. ഞാൻ പറയാൻ മറന്നുപോയതല്ല, നിങ്ങൾ ഓർക്കുന്നതും അതേക്കുറിച്ചാണെന്ന് എനിക്കറിയാം. അതെ, ഡിയാഗോ കോസ്റ്റ. അയാളെ അങ്ങ് ചുമ്മാ പറഞ്ഞു പോകാൻ സാധിക്കുമോ? എത്ര തവണയാണ് പോർച്ചുഗലിൻ്റെ രക്ഷകനായി കോസ്റ്റ അവതരിച്ചിട്ടുള്ളത്? റൊണാൾഡോയ്ക്ക് വേണ്ടി രക്ഷകനായി കരങ്ങൾ കൊണ്ട് മാന്ത്രികത തീർത്തിട്ടുള്ളത്. അതെ, അങ്ങനെ എളുപ്പം പറഞ്ഞു പോകാൻ സാധിക്കുന്ന ഒരു പേരല്ലത്. എനിക്കുറപ്പാണ് 2026 വേൾഡ് കപ്പിൻ്റെ വേദിയിൽ രക്ഷകനായി കോസ്റ്റയും ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പരിശീലന മുകളിൽ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബെൽജിയത്തിലെ സുവർണ്ണ കാലഘട്ടത്തെ തകർത്തുവെന്ന് വിമർശിക്കപ്പെടുന്ന മാർട്ടിനസിന് പക്ഷേ ഞാൻ കണ്ടെടുത്തോളം പോർച്ചുഗലിൽ സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു. അയാൾക്കിവിടെ കിരീടങ്ങളും കൃത്യമായ പ്ലാനുകളും ഉണ്ടായിരുന്നു. മികച്ചൊരു 11 സൃഷ്ടിക്കാനും കണ്ടെത്തുവാനും മതിയായ സമയവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹൈ ലെവൽ പൊട്ടൻഷ്യലുള്ള താരങ്ങളെ ഒരുമിച്ച് ചേർത്തൊരു പ്ലാൻ നിർമ്മിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് ഇനി വേണ്ടതുള്ളൂ. അങ്ങനെ ഒരു മികച്ച സ്ക്വാഡിനെ വേൾഡ് കപ്പിലേക്ക് തിരഞ്ഞെടുക്കാൻ അയാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു മത്സരവും അതിജീവിക്കാനുള്ള ടീമായി പോർച്ചുഗൽ മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പോർച്ചുഗലിൻ്റെ വിജയ ശതമാനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എല്ലാം സമം ചേർന്ന് വന്നാൽ 2026 വേൾഡ് കപ്പ് പോർച്ചുഗലിലേക്ക് തന്നെ സഞ്ചരിക്കേണ്ടി വരും.
എന്നാൽ ഇങ്ങനെയെല്ലാം സ്വപ്നം കാണുമ്പോഴും കനവുകൾ കോട്ട കെട്ടുമ്പോഴും കടന്നു ചെല്ലുന്ന ഓരോ കാൽവെപ്പുകളും കഠിനമേറിയവ തന്നെയാണ്. നേരിടാൻ പോകുന്നത് അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട് പോലുള്ള വമ്പന്മാരെയും. പലപ്പോഴും പല ബിഗ് മാച്ചുകളിലും സെമി ഫൈനലുകളിലും ക്വാർട്ടർ ഫൈനലുകളിലും നഷ്ടപ്പെട്ട വേദനകൾ പോർച്ചുഗൽ ഏറെ അനുഭവിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രം വന്ന ടീം, റൊണാൾഡോയിൽ മാത്രം ആശ്രയിക്കുന്ന ടീം എന്നിങ്ങനെ വിമർശനങ്ങൾ ഏറെ കേട്ടവരുമാണവർ. അവർക്കെല്ലാമുള്ള മറുപടി കൂടിയാണ് 2026 വേൾഡ് കപ്പിലേക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ അവർ വരാൻ കാത്തിരിക്കുന്നത്. എന്നാൽ മനസ്സിൽ തൊട്ടു തന്നെ പറയട്ടെ, ആത്യന്തികമായി ഈ വേൾഡ് കപ്പ് ക്രിസ്റ്റ്യാനോയ്ക്കായി എഴുതപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഫുട്ബോളിന് വേണ്ടി സ്വയം സമർപ്പിച്ച ആ മനുഷ്യന് അയാളുടെ ആത്മാർത്ഥതയ്ക്ക് ഈ വേൾഡ് കപ്പ് അയാളിലേക്ക് തന്നെ ചെന്ന് ഭവിക്കട്ടെ. 2026 അയാൾക്ക് 41 വയസ്സ് പൂർത്തിയാകും. പ്രായം കൂടിയെന്നും വേഗത കുറഞ്ഞെന്നും പഴയ പ്രതാപമില്ലെന്നും പലരും വാദിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടോ, അയാളുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്കുള്ള മറുപടികൾ തന്നെയായിരുന്നില്ലേ? സാധിക്കില്ല എന്ന് പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടികൾ. അയാളുടെ ഒരു ഫ്രീ കിക്ക്, ഒരു ഹെഡർ, ഒരു ബൈസിക്കിൾ, അങ്ങനെയുള്ള ഒരൊറ്റ നിമിഷങ്ങൾ മാത്രം മതി ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ തന്നെ തലവരയും കഥയും മാറ്റിമറിക്കുവാൻ. എന്നാൽ പോർച്ചുഗൽ വിശ്വസിക്കുന്നത് മറ്റൊന്നിലാണ്. അതെ, ഈ ഫുട്ബോൾ ലോകത്തിലെ കഥ മാറ്റുവാൻ തന്നെ കെൽപ്പുള്ള ആ മനുഷ്യനിൽ. അയാളുടെ ഗോളുകൾ കണക്കുകൾക്കും അപ്പുറം അയാളുടെ സാന്നിധ്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. അയാളുടെ സാന്നിധ്യം എതിരാളികളുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതാണ് അയാളുടെ പേരിൻ്റെ ബ്രാൻഡ് വാല്യൂ. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിൻ്റെ മുന്നിൽ തേരാളിയായി അയാൾ ഉണ്ടാകണമെന്ന് ഞാനും അവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ 40-ാം വയസ്സിലും എതിരാളികളുടെ മനസ്സിൽ സമ്മർദ്ദം ഉയർത്തുവാനും ചെലുത്തുവാനും അയാൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ നിരവധി തവണ തിരിച്ചറിഞ്ഞതാണ്. അയാളുടെ അട്ടഹാസങ്ങളും അയാളുടെ തീവ്രതയും നിരവധി പേർ അളക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇന്നും അയാൾ വായുവിൽ ഉയർന്നും ചാടിയും മറഞ്ഞുമെല്ലാം ഈ ലോകത്തിന് മുന്നിൽ അങ്ങനെ തീക്ഷ്ണതയോടെ നിൽക്കുന്നുണ്ട്. ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസവും പ്രതീക്ഷയും എല്ലാം സമം ചേർന്ന് വരികയാണെങ്കിൽ 2004 കണ്ണീരോടെ തുടങ്ങിയ യാത്ര 2026 ആനന്ദ കണ്ണീരോടെ അവസാനിപ്പിക്കുവാൻ പോർച്ചുഗലിനും അയാൾക്കും സാധിക്കുമായിരിക്കും. വടക്കേ അമേരിക്കയുടെ മൈതാനത്ത് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബ്രൂണോയും സിൽവയും നൂനോ മെൻഡസും റാഫേലിയോയും ഉൾപ്പെടെ എല്ലാവരും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉയർത്തുന്നതും 41 വയസ്സുള്ള അയാൾ ആ സ്വർണ്ണക്കപ്പിനെ തൻ്റെ കൈകളിൽ പിടിച്ച് സന്തോഷിക്കുന്നതും സങ്കല്പിച്ചു നോക്കുക. അയാൾ അതിനെ മുത്തം നൽകുന്നത് സങ്കല്പിച്ച് നോക്കുക. എന്തൊരു കാഴ്ചയാകും അത്! എത്ര മനോഹരമാണത്! ആ ദൃശ്യം, ആ നിമിഷങ്ങൾ അങ്ങനെ മനസ്സിൽ കലങ്ങി മറിയുന്നുണ്ട്. ഈ ചിത്രം സത്യമാകട്ടെ, ഈ ചിത്രം പരിപൂർണത പ്രാപിക്കട്ടെ. വികാരങ്ങളുടെ വിസ്ഫോടനങ്ങൾക്കിടയിലും തങ്ങളെ വിട്ടുപോയ ആ പ്രിയ സുഹൃത്തിനായി ആ കനക കിരീടത്തെ അയാൾ സമർപ്പിക്കുന്നതും ഒന്ന് ഓർത്തു നോക്കുക. കാണുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും മുഖത്ത് പുഞ്ചിരി വിരിയുന്നുണ്ട്. അതൊരു ചരിത്രമാണ്, ചിത്രമാണ്, ഒരു ഇതിഹാസത്തിൻ്റെ പരിപൂർണത കൂടിയാണ്. ഈ ചിത്രം ഇങ്ങനെ തന്നെ ആവർത്തിക്കട്ടെ, ഈ ചിത്രം ഇങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അയാൾ ആ ഒരു കിരീടത്തെ സായുക്തമാക്കട്ടെ, ആ കിരീടം അയാളിലേക്ക് വന്ന് ഭവിക്കട്ടെ, ആ കിരീടം അയാളുടെ സ്വന്തമാകട്ടെ. അതെ, ഇന്നും അടങ്ങാത്ത പ്രാർത്ഥനയാണത്. വിളിച്ചാൽ വിളിയേക്കാത്ത ദൈവത്തോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രാർത്ഥന. ഇനിയും നിങ്ങൾക്കത് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങളുടെ, അയാളുടെ ആരാധകരുടെ മോക്ഷത്തിനുള്ള ഒടുക്കത്തെ പ്രാർത്ഥനയാണത്. ഇതിനുമപ്പുറം ഒരു കാരണവും പറഞ്ഞു വരുവാൻ അവരുണ്ടാകില്ല, ഒരു പ്രാർത്ഥനയും ഉണ്ടാകില്ല. അയാൾക്കൊപ്പം ആ പ്രാർത്ഥനയും ഒടുങ്ങിത്തീരും. അതുകൊണ്ട് തന്നെ മെസ്സിയോട് നീതി കാണിച്ച കാൽപന്ത് ലോകത്തിനും കാൽപന്ത് ദൈവത്തിനും ഫുട്ബോളിന് വേണ്ടി തൻ്റെ ജീവിതം പോലും ത്യജിച്ച ആ മനുഷ്യനോട് നീതി പുലർത്തേണ്ട കടമയുണ്ട്. ഈ ചിത്രം സംഭവിക്കുക തന്നെ വേണം. അത് കാത്തു നിൽക്കുന്നത് അത്തരം വിശ്വാസങ്ങൾ പുലർത്തി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത് അവസാന നോക്കും വാക്കുമാണ്. അതെ, ഒരിക്കലും ചതിയുടെയും കളവിൻ്റെയും ചരിത്രം പുരളാത്ത ആ കിരീടം അയാൾ തന്നെ അണിയട്ടെ. റൊണാൾഡോ ഒടുവിൽ പരിപൂർണത പ്രാപിച്ച് മടങ്ങട്ടെ.